ഹായ് ഓൾ, എല്ലാവർക്കും SZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് LDC പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ഇപ്പൊ നമ്മുടെ ഏജ് ലിമിറ്റ് ഒക്കെ ഉയർത്തിയ ശേഷം ഒരു കൈ നോക്കി കളയാം എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാവരും മാക്സിമം ഫുൾ സ്കിപ്പ് അടിക്കാതെ കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് 0 മുതലാണ് പഠിച്ചു തുടങ്ങുന്നതെന്ന് വിചാരിക്കും. നമുക്ക് ഓൾറെഡി എന്താണ് 2026 നവംബർ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് LDCയുടെയും LGSന്റെയും നോട്ടിഫിക്കേഷൻ എന്തായാലും വരുന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല 2027 ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ മെയിൻസ് എക്സാമും ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഒരു മാർച്ച് മാസമാണ്. ഏറ്റവും മികച്ച ഒരു ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു അവസരമുള്ള ഒരു ടൈമാണ് ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ ഒരുപാട് ടൈം കൺസ്യൂം ഇല്ലാതെ ബേസ് സെറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പൊ 0 എന്ന് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 മാസം നമുക്ക് എന്ത് ചെയ്യാം, ബേസ് സെറ്റ് ചെയ്യാനായിട്ടുള്ള കവറേജ് പോവാം. ദെൻ സെക്കൻഡ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അതിന് നിങ്ങളുടെ കയ്യിൽ മെയിനായിട്ടും നോട്ട്ബുക്ക് വേണം. നിങ്ങൾക്ക് നോട്ട് മസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വന്തം കൈപ്പടയിലുള്ള നോട്ട്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. റിവിഷൻ ടൈമിലും എക്സാം ടൈമിലും നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നോട്ട്സ് വേണം, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, SCRT ടെക്സ്റ്റ് ബുക്കുകൾ. ഏറ്റവും ബേസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണ്ട ഒന്നാണ് OMR ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. 200 പേജിന്റെ OMR ബുക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അടങ്ങുന്ന ഒരു സെറ്റ് നമ്മൾ നൽകുന്നുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും സെറ്റാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഠിച്ചു തുടങ്ങുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെന്നില്ല, നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കറണ്ട് അഫേഴ്സ് ഡെയിലി പോകുന്നുണ്ട്. ന്യൂസ് പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സിന്റെ നോട്ട്സും തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ജസ്റ്റ് SZB അക്കാഡമി നിങ്ങൾക്ക് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സോ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതും സെറ്റാണേ. അപ്പൊ കറണ്ട് അഫേഴ്സിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്, നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം 5-6 മണിക്കൂറൊന്നും നിങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ വളരെ ബേസ് സെറ്റ് ആക്കണം. നമ്മൾ LKG ഒരു കുഞ്ഞിനെ ചേർക്കുന്ന സമയത്ത് അവർ ആദ്യം പഠിക്കുന്ന അക്ഷരങ്ങളാണ്, അല്ലെ? അപ്പൊ നമ്മളിവിടെ PSCയിൽ ആദ്യം പിച്ച് വെച്ച് തുടങ്ങുകയല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിക്കേണ്ടത്, ബേസ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസം ഒരു മണിക്കൂർ പറ്റുമെങ്കിൽ രാവിലെ 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, അങ്ങനെ ടോട്ടൽ 2 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് എടുക്കാം. അതിൽ ആദ്യമേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് സിലബസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആദ്യം അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അതായത് ഇപ്പോൾ ബയോളജി നമ്മൾ ഒരു ടോപ്പിക് ആദ്യം രോഗകാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ചാപ്റ്റർ 5 തൊട്ട് 10 വരെയുള്ള അതിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് വായിച്ചു തുടങ്ങാം. അപ്പോൾ ടെക്സ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ടെലഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഇതനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മീൻസ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഡെയിലി നിങ്ങൾ ഓരോ മണിക്കൂർ ആദ്യത്തെ 3 മാസം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്, ഒരു 100 ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിലൊരു 2 ദിവസത്തേക്ക് സെറ്റ് ചെയ്യുക. 50 ചോദ്യം ഇന്ന്, 50 ചോദ്യം നാളെ, അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ട്രാക്കിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, കറണ്ട് അഫേഴ്സ് നോട്ട് എഴുതി വെക്കുക. 2026 ജനുവരി മാസം തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് ഇപ്പൊ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ പെർഫെക്റ്റ് ടൈമാണ്. നിങ്ങൾക്കിപ്പം 60 ദിവസങ്ങളാണ് നമുക്ക് പിന്നിട്ട്, 60 ദിവസം പിന്നിട്ടിട്ടില്ല. ഫെബ്രുവരി 28 ഉള്ളൂ, ജനുവരി 31, ദെൻ മാർച്ച് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യാണ്, നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് റിവിഷൻ എന്ന് പറയുന്നത്. എന്താണ് റിവിഷൻ എന്ന് പറയുന്നത്? അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ 1 മണിക്കൂറിനകത്ത് നിങ്ങളൊരു 30 മിനിറ്റ്സ് 2 hours 1.5 പഠിച്ചാലും ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ. ഇപ്പോൾ ഒരു ദിവസം പഠിച്ചു, 2 ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം നിങ്ങൾ പഠിക്കുന്നില്ല. കൺസിസ്റ്റൻസി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ദിവസം പഠിച്ചിട്ട് 10 ദിവസം പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ടച്ച് പോവും. അങ്ങനെയല്ല, ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ അത് റിവിഷൻ ചെയ്യാം. ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് ഞാൻ നോട്ട് പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലോ എന്നൊരു സമാധാനം വരും.
പിന്നെ പതുക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളുടെ എന്താണ് ടൈം കൂട്ടാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ട്രാക്കിലായി ആ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വളരെ പാടാണ്, പക്ഷെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കൊരു 150 ദിവസം എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാന് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ 150 ദിവസമാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ പറയുന്നത്. ഈ 150 ദിവസം ഓരോ ഡേ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഡേ 1, ഡേ 2, ഡേ 3. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ബാച്ചിലേക്ക് വരുന്നവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഡേ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ 2 ഡേ എടുത്ത് ഒരു ഡേയുടെ ടൈം ടേബിൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അതിനുശേഷം അതിൻ്റെ PDF നോട്ട്സും SCRT നൽകുന്നുണ്ട്. ക്ലാസ് കാണുക, ഒരു തവണ കാണുക. നിങ്ങൾ ബേസ് ആണെങ്കിൽ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് അതിരുന്ന് കാണാം. എന്നിട്ട് അതിൻ്റെ PDF വായിച്ചു നോക്കി അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ 150 ദിവസവും എക്സാം തരുന്നുണ്ട്. പിന്നെ ഡേ 1 മുതൽ ഡേ 10 വരെയുള്ളത് നമ്മൾ ഫസ്റ്റ് റിവിഷൻ ആണ്. അതിന് ആ റിവിഷനകത്ത് നിങ്ങൾക്ക് അന്ന് വരെ പഠിപ്പിച്ചിരിക്കുന്നത് OMRലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് ഓഫ്ലൈനിൽ OMR അയച്ചു തരും. ആ OMR വെച്ചിട്ട് നിങ്ങൾ പഠിച്ചത് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പതുക്കെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ PYQs എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാകും. മെൻറ്റർ വെച്ച് നമ്മൾ തുടക്കത്തിൽ പഠിക്കുമ്പോൾ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും SCRT തപ്പി പോകണം, അവിടെ നമ്മുടെ ഓരോ ടൈം കൺസ്യൂമിംഗ് ആണ്. SCRT തപ്പി പോകുമ്പോഴും എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല, പ്രോപ്പർ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുക മാത്രം, വെൽ സ്ട്രക്ചറായിട്ട് പഠിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത LDC നിങ്ങൾക്ക് സ്വന്തമാക്കുക. അതായത് നിങ്ങൾ വർക്കിന് പോകുന്നവരാവട്ടെ, വീട്ടമ്മമാരാവട്ടെ, കുഞ്ഞു മക്കളുള്ള അമ്മമാരാവട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിയാലാണ് ഒരു 3 വർഷം കഴിഞ്ഞാലെങ്കിൽ നമുക്ക് 2028 നമ്മൾ ഈ എഴുതുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനിയും ദിവസങ്ങൾ ഒരുപാട് കിടക്കുകയാണ്. അപ്പം ഇപ്പം നിങ്ങൾ പരിശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് പോയി. ഇനി 2020 2031 അതുവരെ നമ്മൾ ചാൻസ് എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ തീരുമാനം എടുത്ത് മാറിയില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. ഉടൻ തന്നെ അഡ്മിഷൻ എടുത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട, ഒരു കൈ നല്ല രീതിയിൽ 100% വിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കോ. ഡെഫിനറ്റ്ലി യു ക്യാൻ. ഓക്കെ, അവിടെ ഏജ് ലിമിറ്റ് ഒരു മാറ്റർ അല്ല, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഒരു മാറ്റർ അല്ല. നമ്മളുടെ പഠനം ശരിയായ രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അത് വിജയിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും ചിന്തിക്കേണ്ട, മൂവ് ഓൺ. ഇപ്പം നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ പോലും, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കോഴ്സ് എടുത്തില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. താങ്ക്